He left the temple very sorrowfully and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. So he was afraid to go home. All at once he remembered that at the next village, 12 miles away, there was a very big temple. He had heard there were several priests at that temple, and he made up his mind to go to them and ask them to take him for their acolyte. He left the temple very sorrowfully. വളരെ ദുഃഖത്തോടു കൂടി അവൻ ആ ടെമ്പിളിൽ നിന്നും പോയി. ആൻഡ് ബിഗാൻ ടു വണ്ടർ, അവൻ ചിന്തിക്കാൻ തുടങ്ങി. വാട്ട് ഹീ ഷുഡ് ഡു, അവൻ എന്ത് ചെയ്യും. ഇഫ് ഹീ വെൻറ്റ് സ്ട്രൈറ്റ് ഹോം, അവൻ നേരെ വീട്ടിലേക്ക് പോയാൽ, ഹീ ഫെൽറ്റ് ഷുവർ, അവൻ ഉറപ്പാണ്, ഹീസ് ഫാദർ വുഡ് പണിഷ് ഹിം, അവൻ്റെ അച്ഛൻ അവനെ ശിക്ഷിക്കും, ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്, പ്രീസ്റ്റിനോട് അനുസരണക്കേട് കാണിച്ചതിന്. സോ ഹി വാസ് അഫ്രൈഡ്, അതുകൊണ്ട് അവൻ പേടിയുള്ളവനായിരുന്നു. ടു ഗോ ഹോം, വീട്ടിലേക്ക് പോവാൻ. ഓൾ അറ്റ് വൺസ്, പെട്ടെന്ന് ഹീ റിമെമ്പേർഡ്, അവൻ ഓർത്തു. ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ്, അടുത്ത വില്ലേജിൽ 12 മൈൽസ് എവേ, 12 മൈലുകൾ അപ്പുറത്തുള്ള, ദർ വാസ് എ വെരി ബിഗ് ടെമ്പിൾ, ഒരു വലിയ ടെമ്പിൾ ഉണ്ടായിരുന്നു. ഹി ഹാഡ് ഹേർഡ്, അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. ദർ വേർ സെവറൽ പ്രീസ്റ്റ് അറ്റ് ദാറ്റ് ടെമ്പിൾ, ആ ടെമ്പിളിൽ ഒരുപാട് പ്രീസ്റ്റുകളുണ്ട് എന്നും. ആൻഡ് ഹീ മേഡ് അപ്പ് ഹിസ് മൈൻഡ്, അവൻ തീരുമാനിച്ചു. ടു ഗോ ടു ദം, അവരുടെ അടുത്തേക്ക് പോവാൻ. ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം, എന്നിട്ട് അവരോട് ആവശ്യപ്പെടാനും. ടു ടേക്ക് ഹിം ഫോർ ദെയർ ആക്വലൈറ്റ്, അവരുടെ സഹായിയായിട്ട് അവനെ സ്വീകരിക്കാൻ. നൗ ദാറ്റ് ബിഗ് ടെമ്പിൾ വാസ് ക്ലോസ്ഡ് അപ്പ്, but the boy did not know this fact. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. Nobody had ever told these things to the boy. So he walked all the way to the village, hoping to be kindly treated by the priest. Now, ഇപ്പോൾ that big temple was closed up, ആ വലിയ ടെമ്പിൾ അടക്കപ്പെട്ടിരുന്നു. But the boy did not know this fact, പക്ഷേ ആ കുട്ടി ഈ വസ്തുത അറിഞ്ഞിരുന്നില്ല. The reason it had been closed up, അത് അടക്കാനുള്ള കാരണം ആയിരുന്നു that a goblin, ഒരു ഭൂതം, ഹാഡ് ഫ്രൈറ്റൻ ദ പ്രീറ്റ്സ് അവേ, പ്രീസ്റ്റുകളെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹാഡ് ടേക്കൺ പൊസഷൻ, എന്നിട്ട് കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദ പ്ലേസ്, ആ സ്ഥലം. സം ബ്രേവ് വാരിയേഴ്സ്, കുറച്ച് ധീരന്മാരായ യോദ്ധാക്കൾ, ഹാഡ് ആഫ്റ്റർവാർഡ് ഗോൺ ടു ദ ടെമ്പിൾ, ആ ടെമ്പിളിലേക്ക് പിന്നീട് പോയിട്ടുണ്ടായിരുന്നു. അറ്റ് നൈറ്റ്, രാത്രി. ടു കിൽ ദ ഗോബ്ലിൻ, ആ ഭൂതത്തെ കൊല്ലാൻ. ബട്ട് ദേ ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് അഗെയിൻ, പക്ഷേ അവരെ ജീവനോടെ പിന്നെ ആരും കണ്ടിട്ടില്ലായിരുന്നു. നോബഡി ഹാഡ് എവർ ടോൾ ദീസ് തിങ്സ്, ഒരാളും ഈ കാര്യങ്ങൾ പറഞ്ഞില്ല. ടു ദ ബോയ്, കുട്ടിയോട്. സോ ഹി വാക്ക്ഡ് ഓൾ ദ വേ ടു ദ വില്ലേജ്, അതുകൊണ്ട് അവൻ ആ വില്ലേജിലേക്ക് നടന്നു. ഹോപ്പിംഗ്, പ്രതീക്ഷിച്ചുകൊണ്ട്. ടു ബി കൈൻഡ്ലി ട്രീറ്റഡ്, വളരെ ദയാപൂർവം പെരുമാറപ്പെടുമെന്ന്. ബൈ ദ പ്രീസ്റ്റുകളാൽ. വെൻ ഹി ഗോ ടു ദ വില്ലേജ്, ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക് ആൻഡ് ഓൾ ദ പീപ്പിൾ വർ ഇൻ ബെഡ്. ബട്ട് ഹി സോ ദ ബിഗ് ടെമ്പിൾ ഓൺ എ ഹിൽ അറ്റ് ദ അതർ എൻഡ് ഓഫ് ദി പ്രിൻസിപ്പൽ സ്ട്രീറ്റ്. ആൻഡ് ഹി സോ ദർ വാസ് എ ലൈറ്റ് ഇൻ ദ ടെമ്പിൾ. People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. The boy went at once to the temple and knocked. There was no sound inside. He knocked and knocked again, but still nobody came. At last he pushed gently at the door and was quite glad to find that it had not been fastened.
So he went in and saw a lamp burning, but no priest. When he got to the village, അവൻ വില്ലേജിലെത്തിയപ്പോൾ ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക്, അത് ഇരുട്ടായിട്ടുണ്ടായിരുന്നു, സമയം ഇരുട്ടിയിരുന്നു. ആൻഡ് ഓൾ ദ പീപ്പിൾ വേർ ഇൻ ബെഡ്, എല്ലാ ആളുകളും ബെഡിലായിരുന്നു, ഉറങ്ങാൻ കിടന്നിരുന്നു. ബട്ട് ഹി സോ ദ ബിഗ് ടെമ്പിൾ ഓൺ എ ഹിൽ, അവൻ ആ വലിയ ടെമ്പിൾ ഒരു കുന്നിന്മേൽ കണ്ടു. അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ പ്രിൻസിപ്പൽ സ്ട്രീറ്റ്, പ്രധാനപ്പെട്ട തെരുവിൻ്റെ മറ്റൊരു അറ്റത്തുള്ള. ആൻഡ് ഹി സോ ദർ വാസ് എ ലൈറ്റ് ഇൻ ദ ടെമ്പിൾ, ആ ടെമ്പിളിൽ ഒരു പ്രകാശവും അവൻ കണ്ടു, ലൈറ്റ് കണ്ടു. പീപ്പിൾ ഹൂ ടെൽ ദ സ്റ്റോറി, ഈ കഥ പറയുന്ന ആളുകൾ, ഗോബ്ലിൻ്റെ കഥ പറയുന്ന ആളുകൾ പറയുന്നു, ദ ഗോബ്ലിൻ യൂസ്ഡ് ടു മേക്ക് ദാറ്റ് ലൈറ്റ്, ആ ഭൂതം ആ ഒരു ലൈറ്റ് അവിടെ സാധാരണ കത്തിച്ച് വെക്കാറുണ്ട്. ഇൻ ഓർഡർ ടു ടെംപ്റ്റ്, പ്രേരിപ്പിക്കാൻ വേണ്ടി, ലോൺലി ട്രാവലേഴ്സ്, തനിച്ച് യാത്ര ചെയ്യുന്നവരെ, ടു ആസ്ക് ഫോർ ഷെൽട്ടർ, അഭയം ചോദിക്കാൻ, കിടക്കാൻ ഒരു ഇടം ചോദിക്കാൻ. ദ ബോയ് വെൻ അറ്റ് വൺസ് ടു ദ ടെമ്പിൾ, കുട്ടി പെട്ടെന്ന് തന്നെ ടെമ്പിളിലേക്ക് പോയി. ആൻഡ് നോക്ക്ഡ്, മുട്ടി, വാതിലിൽ മുട്ടി. ദർ വാസ് നോ സൗണ്ട് ഇൻസൈഡ്, അകത്ത് ഒരു സൗണ്ടുമില്ല. ഹീ നോക്ക്ഡ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ, അവൻ വീണ്ടും വീണ്ടും മുട്ടി. ബട്ട് സ്റ്റിൽ നോബഡി കെയിം, പക്ഷെ അപ്പോഴും ആരും വന്നില്ല. അറ്റ് ലാസ്റ്റ് ഹീ പുഷ്ഡ് ജെന്റ്ലി, അവൻ മെല്ലെ ഒന്ന് തള്ളി. അറ്റ് ദ ഡോറ് ആൻഡ് വാസ് ക്വൈറ്റ് ഗ്ലാഡ്, അവൻ വളരെ സന്തോഷവാനായിരുന്നു. ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫാസൻഡ്, അത് ലോക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കണ്ടെത്തിയതിൽ അവൻ വളരെ സന്തോഷവാനായിരുന്നു. സോ ഹി വെൻറ്റ് ഇൻ, അവൻ അകത്തേക്ക് പോയി. ആൻഡ് സോ എ ലാമ്പ് ബേണിംഗ്, ഒരു വിളക്ക് കത്തുന്നത് കണ്ടു. ബട്ട് നോ പ്രീസ്റ്റ്, പക്ഷേ പ്രീസ്റ്റ് ഇല്ല. ഹി തോട്ട് സം പ്രീസ്റ്റ് വുഡ് ബി ഷുവർ ടു കം വെരി സൂൺ. ആൻഡ് ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്. Then he noticed that everything in the temple was grey with dust and thickly spun over with cobwebs. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. He wondered why they had allowed everything to get so dusty. What most pleased him, however, were some big white screens, good to paint cats upon. Though he was tired, he looked at once for a writing box and found one and ground some ink and began to paint cats. He thought, അവൻ ചിന്തിച്ചു, some priests would be sure to come very soon, ഉറപ്പായിട്ടും കുറച്ച് പ്രീസ്റ്റുകൾ ഉടനെ വരും. And he sat down and waited, അവൻ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. Then he noticed, എന്നിട്ട് അവൻ ശ്രദ്ധിച്ചു, that everything in the temple, ആ ടെമ്പിളിലെ എല്ലാ വസ്തുക്കളും വാസ് ഗ്രേ വിത്ത് ഡസ്റ്റ്, പൊടി പിടിച്ച് നരച്ചിരുന്നു. ആൻഡ് തിക്ലി സ്പൺ, വളരെ കട്ടിയായി നെയ്യപ്പെട്ടിരുന്നു. സ്പൺ ഓവർ വിത്ത് കോബബ്സ്, ചിലന്തിവല നെയ്യപ്പെട്ടിരുന്നു. സോ ഹി തോട്ട് ടു ഹിംസെൽഫ്, അവൻ സ്വയം ചിന്തിച്ചു, ദാറ്റ് ദ പ്രീസ്റ്റ് വുഡ് സർട്ടൻലി ലൈക്ക്, പ്രീസ്റ്റുകൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, ടു ഹാവ് ആൻ ആക്വലൈറ്റ്, ഒരു സഹായി ഉണ്ടാവൽ, ടു കീപ് ദ പ്ലേസ് ക്ലീൻ, ആ പ്ലേസ് ക്ലീനായി വൃത്തിയായി സൂക്ഷിക്കാൻ. ഹി വണ്ടേഡ്, അവൻ അത്ഭുതപ്പെട്ടു, വൈ ദേ ഹാഡ് അലോഡ് എവറിത്തിങ് ടു ഗെറ്റ് സോ ഡസ്റ്റി, അവർ എന്തുകൊണ്ടാണ് ഇവയെല്ലാം ഇത്രക്കും പൊടി പിടിക്കാൻ അനുവദിച്ചത്. വാട്ട് മോസ്റ്റ് പ്ലീസ്ഡ് ഹിം ഹൗവർ വേർ, അവനെ ഏറ്റവും സന്തോഷപ്പെടുത്തിയതായിരുന്നു സം ബിഗ് വൈറ്റ് സ്ക്രീൻസ്, കുറച്ച് വെള്ള വലിയ സ്ക്രീനുകൾ. ഗുഡ് ടു പെയിൻറ്റ് ക്യാറ്റ്സ് അപ്പോൺ, പൂച്ചകളെ വരയ്ക്കാൻ പറ്റിയ നല്ല സ്ക്രീനുകൾ. ദോ ഹി വാസ് ടയേർഡ്, അവൻ ക്ഷീണിച്ചിരുന്നെങ്കിലും, ഹി ലുക്ക്ഡ് അറ്റ് വൺസ് ഫോർ എ റൈറ്റിംഗ് ബോക്സ്, അവനൊരു റൈറ്റിംഗ് ബോക്സ് നോക്കി. റൈറ്റിംഗ് ബോക്സ് മീൻസ് വരയ്ക്കാനൊക്കെ ഉള്ള ടൂൾസ് ഉൾക്കൊള്ളുന്ന ഒരു ബോക്സ്. ആൻഡ് ഫൗണ്ട് വൺ, അവനൊന്ന് കണ്ടെത്തി. ആൻഡ് ഗ്രൗണ്ട് സം ഇങ്ക്, കുറച്ച് മഷി തേച്ചു. ആൻഡ് ബിഗാൻ ടു പെയിൻറ്റ് ക്യാറ്റ്സ്, പൂച്ചകളെ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഹി പെയിൻറ്റഡ് എ ഗ്രേറ്റ് മെനി ക്യാറ്റ്സ് അപ്പോൺ ദ സ്ക്രീൻസ് ആൻഡ് ദെൻ ഹി ബിഗാൻ ടു ഫീൽ വെരി വെരി സ്ലീപ്പി. ഹി വാസ് ജസ്റ്റ് ഓൺ ദ പോയിൻ്റ് ഓഫ് ലേയിങ് ഡൗൺ ടു സ്ലീപ്പ് beside one of the screens when he suddenly remembered the words,
Avoid large places, keep to small. He painted a great many cats upon the screens. ആ സ്ക്രീനിൽ അവൻ ഒരുപാട് വലിയ പൂച്ചകളെ പെയിൻറ് ചെയ്തു. ആൻഡ് വെൻ ഹി ബിഗാൻ ടു ഫീൽ വെരി വെരി സ്ലീപ്പി, അവന് നന്നായി ഉറക്കം തോന്നിയപ്പോൾ ഹി വാസ് ജസ്റ്റ് ഓൺ ദ പോയിൻ്റ് ഓഫ് ലേയിങ് ഡൗൺ ടു സ്ലീപ്പ് ബിസൈഡ് വൺ ഓഫ് ദ സ്ക്രീൻസ് വെൻ ഹി സഡൻലി റിമെമ്പേർഡ് ദ വേർഡ്സ്. അവൻ ഒരു സ്ക്രീനിൻ്റെ അടുക്കൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുന്ന സമയം അവൻ ഓർത്തു ദ വേർഡ്സ് അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. പ്രീസ്റ്റിൻ്റെ ഈ വാക്കുകൾ ഓർത്തു. ദ ടെമ്പിൾ വാസ് വെരി ലാർജ്, ഹി വാസ് ഓൾ അലോൺ, ആൻഡ് as he thought of these words, though he could not quite understand them, he began to feel for the first time a little afraid, and he resolved to look for a small place in which to sleep. He found a little cabinet with a sliding door and went into it and shut himself up. Then he lay down and fell fast asleep. The temple was very large. അമ്പലം വലിയതായിരുന്നു. He was all alone. അവൻ ഒറ്റക്കുമായിരുന്നു. And as he thought of these words, ഈ വാക്കുകളെക്കുറിച്ച് അവനിങ്ങനെ ചിന്തിച്ചപ്പോൾ, though he could not quite understand them, അവന് പൂർണ്ണമായും അത് മനസ്സിലായില്ലെങ്കിലും he began to feel for the first time, അവൻ ആദ്യമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയ ലിറ്റിൽ അഫ്രൈഡ്, കുറച്ച് പേടി. ആൻഡ് ഹി റിസോൾവ്ഡ്, അവൻ തീരുമാനിച്ചു ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്, ഉറങ്ങാൻ വേണ്ടി ചെറിയ സ്ഥലം നോക്കാൻ. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ്, അവൻ ഒരു ചെറിയ മുറി കണ്ടെത്തി. വിത്ത് എ സ്ലൈഡിംഗ് ഡോർ, സ്ലൈഡിംഗ് മീൻസ് തെന്നി നീക്കുന്ന, വിത്ത് എ സ്ലൈഡിംഗ് ഡോർ, തെന്നി നീക്കുന്ന ഒരു ഡോറുള്ള ചെറിയ മുറി. ആൻഡ് വെൻറ്റ് ഇൻ ടു ഇറ്റ്, അതിലേക്ക് പോയി. ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്, അത് അടച്ചു, ഡോർ അടച്ചു. ദെൻ ഹീ ലേ ഡൗൺ, എന്നിട്ട് അവൻ കിടന്നു. ആൻഡ് ഫെൽ ഫാസ്റ്റ് അസ്ലീപ്പ്, എന്നിട്ട് ഗാഢ നിദ്രയിലാണ്ടു. വെരി ലേറ്റ് ഇൻ ദ നൈറ്റ് he was awakened by a most terrible noise, a noise of fighting and screaming. It was so dreadful that he was afraid even to look through a chink of the little cabinet. He lay very still, holding his breath for fright. Very late in the night, രാത്രി വളരെ വൈകി. He was awakened, അവൻ ഉണർത്തപ്പെട്ടു. by a most terrible noise, പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദത്താൽ. എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ്, യുദ്ധം ചെയ്യുന്നതിൻ്റെ ശബ്ദം. ആൻഡ് സ്ക്രീമിങ്, നിലവിളിക്കുന്നതിൻ്റെ. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ, അത് വളരെ ഭയാനകമായിരുന്നു. ദാറ്റ് ഹി വാസ് അഫ്രൈഡ്, അവൻ പേടിച്ചു. ഈവൻ ടു ലുക്ക്, നോക്കാൻ പോലും. ത്രൂ എ ചിങ്ക്, വിടവിലൂടെ. ഓഫ് ദ ലിറ്റിൽ ക്യാബിനറ്റ്, ആ ചെറിയ റൂമിൻ്റെ. ഹി ലേ വെരി സ്റ്റിൽ, അവൻ നിശ്ചലമായി കിടന്നു. ഹോൾഡിങ് ഹിസ് ബ്രത്ത്, ശ്വാസം പിടിച്ചുകൊണ്ട്. ഫോർ ഫ്രൈറ്റ്, പേടിച്ച് ശ്വാസം പിടിച്ചുകൊണ്ട്. ദ ലൈറ്റ് ദാറ്റ് ഹാഡ് ബീൻ ഇൻ ദ ടെമ്പിൾ വെൻ ഔട്ട്, ബട്ട് ദ ഓഫുൾ സൗണ്ട്സ് കണ്ടിന്യൂഡ് ആൻഡ് ബിക്കെയിം മോർ ഓഫുൾ, ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷൂക്ക്. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം, ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. ഹി ഡിഡ് നോട്ട് മൂവ് അൺടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ ഇൻ ടു ദ ക്യാബിനറ്റ് through the chinks of the little door. The light that had been in the temple, ആ ടെമ്പിളിൽ ഉണ്ടായിരുന്ന പ്രകാശം went out, ഇല്ലാതായി, അപ്രത്യക്ഷമായി. but the awful sounds, പക്ഷേ ഭയങ്കരമായ ശബ്ദങ്ങൾ continued, തുടർന്നു. and became more awful, കൂടുതൽ ഭയാനകമായി. and all the temple shook, shook, ടെമ്പിൾ മുഴുവനും വിറച്ചു. After a long time silence came, ദീർഘസമയത്തിന് ശേഷം നിശബ്ദത വന്നു. ബട്ട് ദ ബോയ്, പക്ഷേ ആ കുട്ടി, വാസ് സ്റ്റിൽ, അപ്പോഴുമായിരുന്നു. അഫ്രൈഡ് ടു മൂവ്, അനങ്ങാൻ പേടിയുള്ളവനായിരുന്നു. ഹി ഡിഡ് നോട്ട് മൂവ്, അവൻ അനങ്ങിയില്ല. അൺടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ, പ്രഭാത സൂര്യൻ്റെ പ്രകാശം. ഷോൺ ഇൻ ടു ദ ക്യാബിനറ്റ്, ആ ചെറിയ റൂമിലേക്ക് തിളങ്ങി വരുന്നത് വരെ. ത്രൂ ദ ചിങ്സ് ഓഫ് ദ ലിറ്റിൽ ഡോർ, ആ ചെറിയ ഡോറിൻ്റെ വിടവിലൂടെ. ദെൻ ഹി ഗോട്ട് ഔട്ട് ഓഫ് ഹിസ് ഹൈഡിംഗ് പ്ലേസ് വെരി കോഷ്യസ്ലി ആൻഡ് ലുക്ക്ഡ് അബൌട്ട്. ദ ഫസ്റ്റ് തിങ് ഹി സോ വാസ്
that all the floor of the temple was covered with blood. And then he saw laying dead in the middle of it an enormous monstrous rat, a goblin rat bigger than a cow. Then he got out of his hiding place. അവൻ തൻ്റെ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും പുറത്തേക്ക് വന്നു, വെരി കോഷ്യസ്ലി, ജാഗ്രതയോടെ, ആൻഡ് ലുക്ക്ഡ് അബൌട്ട്, ചുറ്റും നോക്കി. ദ ഫസ്റ്റ് തിങ് ഹി സോ, അവൻ ആദ്യം കണ്ടത് വാസ് ആയിരുന്നു, ദാറ്റ് ഓൾ ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ, ടെമ്പിളിൻ്റെ ഫ്ലോർ മുഴുവനും, വാസ് കവേർഡ് വിത്ത് ബ്ലഡ്, രക്തം കൊണ്ട് കവർ ചെയ്യപ്പെട്ടിരുന്നു, മൂടപ്പെട്ടിരുന്നു. ആൻഡ് ദെൻ ഹി സോ, പിന്നെ അവൻ കണ്ടു, ലേയിങ് ഡെഡ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ്, അതിൻ്റെ മധ്യത്തിൽ മരിച്ചു കിടക്കുന്നത്, ആൻ എനോമസ് മോൺസ്ട്രസ് റാറ്റ്, വലിയ ഭീമാകാരമായ എലി, എ ഗോബ്ലിൻ റാറ്റ്, ഒരു ഭൂതത്തെ പോലെയുള്ള എലി, ബിഗർ ദാൻ എ കൗ, ഒരു പശുവിനേക്കാൾ വലിയ. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്? ദർ വാസ് നോ മാൻ ഓർ അതർ ക്രിയേച്ചർ ടു ബി സീൻ. സഡൻലി ദ ബോയ് ഒബ്സർവ്ഡ് ദാറ്റ് the mouths of all the cats he had drawn the night before were red and wet with blood. Then he knew that the goblin had been killed by the cats which he had drawn. And then also, for the first time, he understood why the wise old priest had said to him, "Avoid large places at night, keep to small." ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്? പക്ഷേ ആര് അല്ലെങ്കിൽ എന്തായിരിക്കും അതിനെ കൊന്നിട്ടുണ്ടാവുക? ദർ വാസ് നോ മാൻ ഓർ അതർ ക്രിയേച്ചർ ടു ബി സീൻ. അവിടെ മനുഷ്യനെയോ മറ്റു ജീവിയെയോ കാണപ്പെട്ടിരുന്നില്ല. സഡൻലി ദ ബോയ് ഒബ്സർവ്ഡ്, പെട്ടെന്ന് ആ ബോയ് നിരീക്ഷിച്ചു, ദാറ്റ് ദ മൗസ് ഓഫ് ഓൾ ദ ക്യാറ്റ്സ്, എല്ലാ പൂച്ചകളുടെയും വായകൾ, ഹി ഹാഡ് ഡ്രോൺ ദ നൈറ്റ് ബിഫോർ, അവൻ തലേന്ന് രാത്രി വരച്ച പൂച്ചകൾ, വേർ റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ്, അവ ചുവന്നതും രക്തം കൊണ്ട് നനഞ്ഞതുമായിരുന്നു. ദെൻ ഹി ന്യൂ ദാറ്റ്, അപ്പോൾ അവനക്ക് മനസ്സിലായി, ദ ഗോബ്ലിൻ ഹാഡ് ബീൻ കിൽഡ്, ആ ഭൂതം കൊല്ലപ്പെട്ടത്, ബൈ ദ ക്യാറ്റ്സ് വിച്ച് ഹി ഹാഡ് ഡ്രോൺ, അവൻ വരച്ച പൂച്ചകളാലാണ്. ആൻഡ് ദെൻ ഓൾസോ ഫോർ ദ ഫസ്റ്റ് ടൈം ഹി അണ്ടർസ്റ്റുഡ്, അപ്പോൾ അവൻ ആദ്യമായി ഒരു കാര്യം കൂടി മനസ്സിലായി, വൈ ദ വൈസ് ഓൾ പ്രീസ്റ്റ് ഹാഡ് സെഡ് ടു ഹിം, എന്തിനാണ് ബുദ്ധിമാനായ ആ പ്രീസ്റ്റ് അവനോട് പറഞ്ഞത്, അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. ഈ ഉപദേശം എന്തിനാണ് അവനോട് പറഞ്ഞത് എന്ന്. ആഫ്റ്റർവാർഡ് that boy became a very famous artist. Some of the cats which he drew are still shown to travelers in Japan. Afterward, അതിനുശേഷം, that boy, ആ കുട്ടി, became, ആയിത്തീർന്നു, a very famous artist, വളരെ പ്രശസ്തനായ കലാകാരൻ. Some of the cats which he drew, അവൻ വരച്ച ചില ക്യാറ്റുകൾ, പൂച്ചകൾ, ആർ സ്റ്റിൽ ഷോൺ ടു ട്രാവലേഴ്സ്, യാത്രക്കാർക്ക് ഇപ്പോഴും കാണിക്കപ്പെടുന്നു, ഇൻ ജപ്പാൻ, ജപ്പാനിൽ.